ഹായ് ഫ്രണ്ട്സ്, എസ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മൂൺഗോഡസ് ഇൻസ്പയർഡ് ഡ്രസ്സാണ് ചെയ്യുന്നത് കേട്ടോ. മൂൺഗോഡസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പം പ്രത്യേക പാറ്റേൺ ഒന്നും ഞാൻ വരച്ചിട്ടില്ല. കറക്റ്റായിട്ട് നമ്മുടെ മെറ്റീരിയലിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നല്ലൊരു ബോക്സ് നെക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാനൊരു 5.5 ഇഞ്ചിലും 6 ഇഞ്ച് വിഡ്ത്തിനും നല്ലൊരു ബോക്സ് നെക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു യോക്ക് ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യോക്ക് എന്ന് പറയുമ്പോൾ ഞാനൊരു 14 ഇഞ്ചാണ് യോക്ക് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മൾ താഴത്തുനിന്ന് വരുമ്പോൾ ഈ 14 ഇഞ്ചസിൻ്റെ തൊട്ട് മേളിലായിട്ട് 2 ഇഞ്ചിൽ നമ്മൾ തിക്കായിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് മേളിലോട്ട് വരുമ്പോൾ ഒരു 3 ഇഞ്ച് കുറച്ചുകൂടെ ഗ്യാപ്പ് കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ നെക്ക് വരെയുള്ള പോർഷനും സ്പ്രെഡിങ് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പേപ്പറിൽ പാറ്റേൺ വരച്ച് കാണിക്കേണ്ട കാര്യമില്ല. കാരണം യോക്ക് ഫുള്ളും കവറായി വരുന്ന രീതിയിലുള്ള വർക്കാണ്. അപ്പോൾ കറക്റ്റ് ഒരു 14 ഇഞ്ചിലും നമുക്ക് ഈ വർക്ക് നിൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സെയിം വർക്ക് തന്നെയാണ് നമുക്ക് സ്ലീവിലും വരുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ബോർഡറായിട്ട് 1 ഇഞ്ചിൽ നമുക്ക് തിക്കായിട്ട് ചെയ്യാം. പിന്നെ ഒരു 2 ഇഞ്ചിൽ സ്പ്രെഡിങ് മേളിലോട്ട് വരുന്തോറും അകലം കൂടുന്ന രീതിയിൽ നമുക്ക് ചെയ്തു പോരാം. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 3 മെറ്റീരിയലാണ് വേണ്ടത് കേട്ടോ. ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ആൻറ്റിക്കിൻ്റെ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളിവിടെ ഗോൾഡൻ കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഈ 3 മെറ്റീരിയലും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിലും നീഡിലിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിലും ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ത്രെഡ് എന്ന് പറയുമ്പം നമ്മൾ നോർമൽ സ്വിങ് ത്രെഡ് തന്നെ കേട്ടോ. മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു യോക്ക് ഡിസൈനാണ്, പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്ത് പോരുന്നത്. ഞാൻ പറഞ്ഞല്ലോ യോക്ക് ഒരു 14 ഇഞ്ചസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ താഴത്ത് 2 ഇഞ്ച് തിക്കായിട്ടും മേളിൽ വരുമ്പോൾ കുറച്ച് തിക്നെസ് കുറച്ചിട്ടും നമുക്ക് ടോപ്പിലോട്ട് വരുമ്പോൾ ഒരു സ്പ്രെഡിങ് പോലെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ബീഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് 2 or 3 ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോകരുത്. എല്ലാവരും ഇപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, നമ്മൾ ഫ്രെയിമിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വർക്ക് തിക്നെസ് കുറഞ്ഞ് ലൂസായി പോകുന്നു എന്താണെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്യുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്ക് ലൂസായി പോകത്തില്ല, നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ താഴത്തെ ഈ ഒരു ബോർഡറിൽ ഈ ഒരു തിക്നെസ്സിൽ വേണം വെച്ച് പോരാനായിട്ട് കേട്ടോ. നമുക്ക് സീക്വൻസ്, കട്ട് ബീഡ്, നമ്മുടെ 2 ബീഡ്, ഇത് 3 വെച്ച് ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്ത് പോരാനായിട്ട്. ഇനി മേളിലോട്ട് വരുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണ്ട, കുറച്ചുകൂടെ തിക്നെസ് കുറച്ച് വേണം ചെയ്യാനായിട്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ്, കട്ട് ബീഡ്, 2 ബീഡ്, സീക്വൻസ് ആണ്, പക്ഷേ ഇത്രയും തിക്നെസ് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ടും ചെയ്തിട്ടുണ്ട്. മേളിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു തിക്നെസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇനി മേളിലോട്ട് വരുന്തോറും അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട 2 ബീഡ്സ്, കട്ട് ബീഡ്സ്, സീക്വൻസ് ആ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശേ കാണിക്കുന്നുള്ളൂ, കാരണം എല്ലാം സെയിം വർക്ക് തന്നെയാണ്.
ഡിഫറൻസ് ഒന്നുമില്ല, കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഗ്യാപ്പിൽ വേണം സ്പ്രെഡിങ് പോലെ ഫുള്ള് നമ്മൾ നെക്ക് വരെയും കൊടുത്തു പോരാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ 2 സ്ലീവിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിക്നെസ് കൂടുതലും പിന്നെ അതിനേക്കാളും കുറവും പിന്നെ മേളിലോട്ട് വരുന്നത് സ്പ്രെഡിങ്ങും ആ ഒരു രീതിയിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ യോക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നൊരു ഡിസൈനാണ്, നല്ലൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബീഡ്സും കട്ട് ബീഡ്സും സീക്വൻസും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ട് കുറച്ചുകൂടെ തിക്നെസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയറിൽ ഒത്തിരി തിക്കായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ 2 സ്ലീവിലും ചെയ്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. നല്ലൊരു ഒനിയൻ, ഡാർക്ക് ഒനിയൻ കളറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ്എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.